രചന വിജയ് സത്യ, അവതരണം ഷാഹുൽ മറയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ബൈക്കിൽ പ്രശാന്ത് സുജയും കൊണ്ട് ആ ഫ്ലാറ്റിൽ എത്തിച്ചേർന്നു. പ്രശാന്തിന്റെ സുഹൃത്തിന്റെ ഫ്ലാറ്റാണത്. നേരത്തെ പരിചയമുള്ളതുകൊണ്ട് സെക്യൂരിറ്റി ആ നേപ്പാൾക്കാരനൊന്ന് ചിരിച്ചു. സുജ തന്റെ ബാഗും എടുത്തുകൊണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി. സെക്യൂരിറ്റി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് പ്രശാന്ത് ബൈക്ക് പാർക്ക് ചെയ്തു. വാ സുജെ. പ്രശാന്ത് അവളെയും ചേർത്ത് പിടിച്ച് ഫ്ലാറ്റിലേക്ക് നടന്നു. അമ്മോ, എന്തൊരു ഉയരതിന്! കാണുമ്പോ തന്നെ പേടിയാവുന്ന. എത്ര നിലയാ പ്രശാന്ത് ഇത്? അവൾ ഫ്ലാറ്റിന്റെ മുകളിലെ നിലയിലേക്ക് നോക്കി പ്രശാന്തിനോട് ചോദിച്ചു. 40 മറ്റാണെന്ന് തോന്നുന്നു. ഇതിൽ ഏത് നിലയിലാണ് നമ്മുടെ ഫ്ലാറ്റ്? 33 നിലയിലാണ് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൾ ഭയന്ന് തിരിച്ചു പോലെന്ന് അവൻ ഓർത്തു. അതുകൊണ്ട് ആദ്യം ചോദിച്ച് ഉറപ്പുവരുത്താന്ന് കരുതി അവൻ ചോദിച്ചു. നിനക്ക് പേടിയുണ്ടോ സുജ? ഏയ്, എനിക്ക് പേടിയൊന്നുമില്ല, ചുമ്മാ ചോദിച്ചാ. നമ്മുടെ ഫ്ലാറ്റ് 33 നിലയിലാണ്. ആണോ? അടിപൊളി. സുജക്കറിയോ, എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഉസ്മാൻ്റെതാ 33 നിലയുള്ള നമ്മൾ താമസിക്കാൻ പോകുന്ന ഫ്ലാറ്റ്. ആണോ? ആ, ഈ ഉസ്മാൻ ഗൾഫിലാ, ഇവിടെ പൂത്ത ബിസിനസ്സാ. ഈ പണമൊക്കെ ഒരുപാട് കയ്യിലൊന്നും ചേരുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ക്രേസി ഉണ്ടാവുമല്ലോ. അവൻ്റെ ഫേവറേറ്റ് നമ്പർ 33 ആണത്രേ. അവൻ്റെ സകല വണ്ടിക്കും ഫോൺ നമ്പറിനൊക്കെ 33 നമ്പറിൻ്റെ ഒരു അയ്യര് കളിയാണ്. അത് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു. അവളും അവനോടൊപ്പം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആള് കൊള്ളാലോ. ഇത്രയും വലിയ ആളുകൾക്കായിട്ട് പ്രശാന്തിന് കണക്ഷൻ ഉണ്ടോ? എനിക്ക് നമ്മുടെ യൂസഫിലായിട്ട് വരെ നല്ല കണക്ഷനാ. അത്രയ്ക്ക് വേണോ പ്രശാന്തേ? അല്പം കൂടിപ്പോയെന്ന് അവന് തന്നെ തോന്നിപ്പോയി. അല്ല, സത്യം ഞാൻ പറഞ്ഞു, യൂസഫലിയുടെ ഒരു ചങ്ങാതി എൻ്റെ ചങ്ങാതിയാ. കൊള്ളാം, ഇപ്പൊ ചങ്ങാതിക്കായി അങ്ങേരുടെ കണക്ഷൻ. കേറിക്കോ, വാ. ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ പ്രശാന്ത് സുജയോട് പറഞ്ഞു. ആ കെട്ടിടത്തിൽ 3-4 ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് തിരക്ക് കുറവാണ്. രണ്ടുപേരും ലിഫ്റ്റിൽ കയറി. പ്രശാന്ത് നമ്പർ 33 അടിച്ചു. ലിഫ്റ്റ് അല്പം മേലോട്ട് നാഞ്ഞപ്പോൾ അവൾ പേടിച്ചു. അവൾ വേഗം പ്രശാന്തിനെ ചേർത്ത് പിടിച്ചു. പേടിക്കണ്ട, അവൻ പറഞ്ഞു. ആദ്യമായിട്ടാണ് സുജ അതുപോലുള്ള ലിഫ്റ്റിലൊക്കെ കയറുന്നത്. ലിഫ്റ്റ് 33-ാം ഫ്ലോറിൽ എത്തി നിന്നു. സുജയും പ്രശാന്തും അതിൽ നിന്ന് ഇറങ്ങി അല്പം നടന്ന് അവരുടെ റൂമിന് മുമ്പിൽ എത്തി. കാർഡ് ഉപയോഗിച്ച് പ്രശാന്ത് റൂം തുറന്നു. ലൈറ്റുകൾ തെളിച്ചു. അതിമനോഹരമായ മുറി. വെളുത്തു മിന്നുന്ന പട്ട് വിരിച്ച ട്രിപ്പിൾ കോട്ട് ബെഡ് കാണുമ്പോൾ സ്ഥലകാലബോധം മറന്ന് ചില സ്ത്രീകൾ ചെയ്യുന്ന പോലെ ആ ബെഡിൽ അവൾക്കും കിടന്നുരുളണമെന്നുണ്ട്. ചീപ്പാണത്. ഒരാണ് കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അവൾക്ക് തോന്നി. സുജ, ബാഗ് അലമാരിൽ വെച്ചോളൂ. റൂമിലെത്തിയിട്ടും ബാഗും തൂക്കിക്കുന്ന സുജയെ കണ്ടപ്പോൾ പ്രശാന്ത് സുജയോട് പറഞ്ഞു. സുജ, അല്പസമയം വിശ്രമിക്കുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനം എൻ്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് ഉടനെ വരാം. അതിന് പ്രശാന്തിൻ്റെ കയ്യിൽ എന്ത് സാധനം ഉള്ളത്? അതൊരു പാഴ്സലാ. അതിൻ്റെ ഡ്രസ്സൊക്കെയുള്ള ഈ ബാഗിനകത്താ. അതും പറഞ്ഞവൻ തൻ്റെ ബാഗ് ബെഡിൽ വെച്ച് സിബ് തുറന്ന് അതിനകത്തുള്ള ചെറിയൊരു ബാഗ് പുറത്തെടുത്തു. ഈ ബാഗ് അലമാരിൽ വെച്ചോളൂ എന്ന് പറഞ്ഞവൻ തൻ്റെ ഡ്രസ്സൊക്കെയുള്ള ബാഗിൻ്റെ സിബ് ക്ലോസ് ചെയ്ത് സുജയെ ഏൽപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന ചെറിയ ബാഗ് എടുത്ത് പുറത്ത് തോളിലിട്ടു. ശരി, ഞാൻ പോകുന്നു. ഒരു അരമണിക്കൂറിനകം വരും. നീ ഈ കാർഡിൽ നമ്പർ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തോളൂ. ഈ ഭാഗങ്ങൾ നല്ല ഫുഡ് നിർമ്മിക്കുന്ന ഒരു ഓൺലൈൻ സർവീസ് കമ്പനിയാണ്. നിനക്ക് ആവശ്യമുള്ള വരുത്തിച്ച് കഴിച്ചോളൂ. പെട്ടെന്ന് വരും. അതുകൊണ്ട് എനിക്കുള്ള ഞാൻ വന്നതിന് ശേഷം ഓർഡർ ചെയ്യാം. നീ ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിച്ചിരുന്നോളൂ. പ്രശാന്ത്, അതിന് എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല, മാത്രമല്ല കാശായിട്ടുമില്ല. അത് ഞാൻ മറന്നു. കുഴപ്പമില്ല, നീ ഫുഡ് എത്തി ഉടനെ എന്നെ മിസ് അടിച്ചാൽ മതി. ഫുഡ് കൊണ്ടിരുന്ന ഡെലിവറി ബോയുടെ ഓൺലൈൻ നമ്പറിലേക്ക് ഞാൻ ക്യാഷ് അപ്പത്തിന് ഇട്ട് കൊടുത്തോളാം. നീ ഓക്കെ അല്ലേ? ശരി പ്രശാന്ത് ഡോർ അടിച്ച ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി. അവൾ ആ ട്രിപ്പിൾ കോട്ട് ബെഡിലൊന്ന് കിടന്നു. വെളുപ്പിന് 4 മണിക്ക് ചാടിയതാണ് പ്രശാന്തിൻ്റെ കൂടെ വീട്ടിൽ നിന്നും. 4 വർഷം നീണ്ടുന്ന പ്രേമമാണ് അവരുടേത്. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട അവളെ അച്ഛനും ചേച്ചിയുമാണ് വളർത്തിയത്. അവൾക്ക് 10 വയസ്സുണ്ടാകുമ്പോൾ തന്നെ ചേച്ചി നാട്ടിൽ അടുത്ത് തന്നെയുള്ള ഒരു പാവം ചേട്ടനെ കല്യാണം കഴിച്ചു പോയി. അച്ഛന് ഏറെ ഇഷ്ടമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു അയാൾ. നല്ല അധ്വാനിയായ അയാൾ പെണ്ണ് ചോദിച്ച് ഞങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ കൂടുതലൊന്നും ആലോചിക്കാതെ ഉടനെ അവരുടെ വിവാഹം നടത്തുകയായിരുന്നു. പിന്നെ വീട്ടിൽ അവളും അച്ഛനും തനിച്ചായി. ഭർത്താവ് മുതൽ ചേച്ചി സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. 2 വർഷം മാത്രമേ ആ ദാമ്പത്യബന്ധം നിലനിന്നുള്ളൂ. അവൾ +2 പരീക്ഷ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് ആ സംഭവം. ചേച്ചിയുടെ ഭർത്താവ് ചുമടെടുപ്പുകാരനായിരുന്നു. ദൗർഭാഗ്യമെന്നല്ലേ പറയുണ്ടു. ടൗണിൽ ലോഡിറക്കുമ്പോൾ പറ്റിയൊരു അപകടത്തിൽ ആ ചേട്ടന് ഗുരുതരമായ പരിക്കേറ്റ് മരണപ്പെട്ടു. നല്ല സ്വഭാവ ഗുണമുള്ളൊരു ചേട്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിലാകെ അയാളുടെ പെട്ടെന്നുള്ള വിയോഗം കുറച്ചുനാൾ ദുഃഖത്തിലാഴ്ത്തി. അതിലൊരു കുട്ടിയുണ്ട്, ഋതുമോൻ. അളിയന്റെ മരണശേഷം ചേച്ചി വീട്ടിൽ മോനെ കൊണ്ടുവരുമ്പോൾ 1 വയസ്സായിരുന്നു അവന് പ്രായം. ഇപ്പോൾ അവന് 9 വയസ്സായി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചേച്ചിയുടെ ഭർത്താവിന്റെ മരണത്തോടു കൂടി അച്ഛൻ തളർന്നുപോയി. അച്ഛനെ എവിടെ ചെന്നാലും നാട്ടുകാർക്ക് ആ ചേട്ടനെ കുറിച്ച് പറയാൻ മാത്രമേ നേരം ഉണ്ടാവൂ. അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ കരഞ്ഞുപോകും. മനസ്സിന്റെ വിഷമങ്ങൾ വർദ്ധിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാനാണോ എന്തോ അതുവരെ ഇല്ലാത്തൊരു ദുശ്ശീല അച്ഛൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അവനെ ഓർക്കുമ്പോൾ കുടിച്ചു പോകുന്നെന്നാണ് കാരണം പറയുന്നത്. അവൻ്റെ സ്മരണകൾ മറക്കാൻ വേണ്ടി പിന്നെ അച്ഛൻ ദിവസവും കുടി തുടങ്ങി. അതോടെ അച്ഛൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. നേരാവണ്ണം ജോലിക്കും പോവാതെയായി. പിന്നെ പലരും നൽകുന്നതുകൊണ്ട് കുടി തുടങ്ങി.
ആ കൂട്ടത്തിൽ രഘു എന്ന് പറയുന്ന ഒരു നാട്ടിലെ തെമ്മാടി അച്ഛൻ്റെ ചെങ്ങാത്തം കൂടി. ഇടയ്ക്കിടെ മദ്യപിച്ച് വഴിയിൽ വീണ് അച്ഛനെയും കൊണ്ട് അയാൾ വീട്ടിൽ വന്നു തുടങ്ങി. അച്ഛന് കൂട്ടായി ചില ദിവസങ്ങളിൽ നേരം വൈകുവോളം ക്രമേണ അയാളും വീട്ടിൽ തന്നെ പറ്റിക്കൂടി. തെമ്മാടിയാണെങ്കിലും ഭംഗിയൊക്കെയുള്ളതുകൊണ്ട് ചെറുപ്പക്കാരിയായ ചേച്ചി അയാളിൽ ആകൃഷ്ടയായി. പണത്തിന് വലിയ കുറവില്ലാത്ത അയാൾ അച്ഛനെ സ്വാധീനിച്ച് ചേച്ചിയെ കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. തുടർന്ന് അച്ഛൻ ആരോടും ചോദിക്കാതെ തന്നിഷ്ടപ്രകാരം ചേച്ചിയെ രഘുവിനെ കെട്ടിച്ചൊടുക്കുകയായിരുന്നു. അയാൾക്ക് പ്രത്യേകിച്ച് വീടൊന്നുമില്ല. അതുകൊണ്ട് അയാൾ ഇവിടെ താമസം തുടങ്ങി. ആദ്യമൊക്കെ വലിയ പ്രശ്നമില്ലാതെ കടന്നുപോയി. അതിനിടയ്ക്ക് അവൾ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് ചേർന്നിരുന്നു. ആ സമയത്താണ് മദ്യപാനം മൂലം അച്ഛൻ മരണമടയുന്നത്. അതിനുശേഷം ഭരണം മൊത്തമായിട്ട് അയാൾ ഏറ്റെടുത്തു. സ്വന്തമായി ജോലിയോ തൊഴിലോ ഇല്ലാതെ അയാളുടെ ചെലവിൽ കഴിയുന്ന വിഷമം അവൾക്കുണ്ട്. ഇത്രയും കാലം പഠനം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ജീവിച്ചു. ഇനിയും പറ്റുമോ? സെക്കൻഡ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പ്രശാന്തിനെ പരിചയപ്പെടുന്നത്. അന്ന് തൊട്ടുള്ള അടുപ്പം പ്രണയമായി വളരെ പെട്ടെന്ന് മാറുകയായിരുന്നു. ഒരു ദിവസം അവൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വാതിലടച്ച് വാതിലിന്റെ കൊളുത്തിടാൻ നോക്കുമ്പോൾ അടയുന്നില്ല. കുറച്ച് ദിവസമായി മഴയാണ്. അത് കാരണം മരങ്ങൾ വികസിച്ചുകൊണ്ടാണെന്ന് അവൾ കരുതി. എങ്കിലും ടവർ ബോൾട്ട് കണക്കിൽ അധികം മാറിക്കിടക്കുന്നു. ഡോറിന്റെ ഹാൻഡിൽ ലോക്കാവുന്നുണ്ട്, പക്ഷേ ടവർ ഇടാൻ പറ്റുന്നില്ല. പക്ഷെ അവൾ അത്ര കാര്യമാക്കിയില്ല. ഡോറടച്ച് അവൾ ഉറങ്ങാൻ കിടന്നു. പാതിരാത്രിയിൽ എപ്പോഴും ഉറക്കത്തിൽ ആരോ തന്നെ സ്പർശിക്കുന്ന അറിഞ്ഞ് അവൾ ഒച്ച വെച്ചു. പെട്ടെന്ന് ഒരു രൂപം തുറന്ന തന്റെ റൂമിന്റെ വാതിലൂടെ പുറത്തേക്ക് ഓടിപ്പോയി. അവൾ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം അതിശക്തമായ മഴയായതുകൊണ്ട് അവൾക്ക് കാർപ്പൻ്റർ വിളിക്കാനോ ഡോറ് ശരിയാക്കാനോ പറ്റിയില്ല. അടയ്ക്കാൻ പറ്റാത്ത ആ ടവർ ബോൾട്ടിൽ ചരട് കെട്ടി ഉറപ്പിച്ചാണ് അന്ന് ഉറങ്ങാൻ കിടന്നത്. അവളുടെ ഗാഠമായ ഉറക്കത്തിൽ അന്ന് രാത്രി അത് ആവർത്തിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ ഈ വീട്ടിൽ സുരക്ഷിതയല്ല. താനോടൊന്ന് ഒച്ച വെക്കുമ്പോൾ ഓടുന്ന അയാളെ മൊബൈലിന്റെ ടോർച്ച് വെളിച്ചത്തിൽ അവൾ തിരിച്ചറിഞ്ഞു. ഇപ്രാവശ്യം ആരാണെന്ന് മനസ്സിലായി. ചേച്ചിയുടെ ഭർത്താവ്. ഏതായാലും ഭയന്ന് കൂടുന്നതുകൊണ്ട് തൽക്കാലം സമാധാനമുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ ബലത്തിലൂടെയും കാര്യം സാധിച്ചേക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. അങ്ങനെ കാമുകനായ പ്രശാന്തിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അനാഥനായ അവന് വീടൊന്നുമില്ല. കൂട്ടുകാരുടെ കൂടെ കഴിയുന്ന അവന് വിവാഹശേഷം താമസിക്കാനായി നമുക്കൊരു ഫ്ലാറ്റ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് വെളുപ്പിന് വീട്ടുകാരറിയാതെ അവൾ പ്രശാന്തിനൊപ്പം വന്നു. അപ്രകാരം എത്തിയതാണ് ഈ ഫ്ലാറ്റിൽ. അങ്ങനെ ഓരോന്നോർത്തുകൊണ്ട് പട്ടുപോലെ മൃദുലമായ വിരിപ്പിൽ തലയായിച്ചപ്പോൾ കണ്ണിലേക്ക് ഉറക്കം വരുന്നു. പിന്നെ എഴുന്നേറ്റ് ഫ്രഷ് റൂമിൽ പോയി ഫ്രഷായി തിരിച്ചു വന്നു. അവൾ പ്രശാന്ത് നൽകി നമ്പർ വിളിച്ച് അവൾക്ക് വേണ്ട ഭക്ഷണം ബുക്ക് ചെയ്തു. ഫുഡും കൊണ്ട് ഡെലിവറി ബോയ് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അവൾ വാതിൽ തുറന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പാഴ്സലും കൊണ്ട് വന്നു. എത്ര രൂപയായി? 270. ഒരു മിനിറ്റ്. അവൾ പ്രശാന്തിന് ഫോൺ ചെയ്തു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അയ്യോ, പ്രശാന്തിന് എന്ത് പറ്റി? കുറേ പ്രാവശ്യം വിളിച്ചു നോക്കി. ഫോൺ സ്വിച്ച് ഓഫ് തന്നെ. അയ്യോ, എൻ്റെ കയ്യിൽ കാശില്ല. കാശ് ഇടാന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ. കുഴപ്പമില്ല മാഡം, എനിക്ക് ഫ്ലാറ്റിൽ തന്നെ ഒരുപാട് പേർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോഴേക്കും വാങ്ങിച്ചു വെച്ചാൽ മതി. ശരിയെന്നും പറഞ്ഞ അവൾ ഭക്ഷണം വാങ്ങിച്ചു. പ്രശാന്ത് കുറച്ച് കഴിയുമ്പോൾ ഫോൺ ഓൺ ചെയ്യുമായിരിക്കും. ഏതെങ്കിലും അച്ചടക്കമുള്ള ഓഫീസിലോ മറ്റോ ആയിരിക്കും. ഭക്ഷണം കഴിക്കാൻ അവൾക്കൊരു ഭയം. ഇനി ഒരു പക്ഷേ കാശ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലോ? ഓർഡർ ചെയ്ത ഭക്ഷണം തിരിച്ചെടുക്കൂല, കഴിക്കുക തന്നെ. അവൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവൾ ഓരോ മിനിറ്റ് വെച്ച് പ്രശാന്തിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ടിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് തന്നെ. ഒരു അരമണിക്കൂറിന് ശേഷം ഡെലിവറി ബോയ് വീണ്ടും വന്നു. റെഡിയായോ മാഡം? ഇല്ല, സ്വിച്ച് ഓഫ് തന്നെയാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാ. എന്തു പറ്റിയാവോ? അവൾ അല്പം ഭയത്തോടെ പറഞ്ഞു. വരുമായിരിക്കും. കാശിൻ്റെ കാര്യത്തിൽ മാഡം പേടിക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. പിന്നെ മാഡം ഭയപ്പെടേണ്ട. ഏട്ടൻ വരാൻ വൈകിട്ടത്തെ ഫുഡിന് വേണ്ടി വിളിച്ചോളൂ, ഞാൻ കൊണ്ടുവരാം. കാശൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവൻ്റെ സ്നേഹത്തോടെയുള്ള വർത്താനം കേട്ടപ്പോൾ അവൾ ആശ്വാസത്തോടെ മൂളി. ഈ പ്രശാന്തിന് ഇത് എന്തു പറ്റി? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വേറെ ആരെയും വിളിക്കേണ്ടത്? വീട്ടിൽ തന്നെ കാണാത്തതുകൊണ്ട് ചേച്ചിക്ക് വലിയ അങ്കലാപ്പിലായിരിക്കും. താൻ എവിടെ പോയതാണ്, എന്തിനു പോയതെന്ന് അറിയില്ല അവർക്ക്. വൈകിട്ടാകുമ്പോഴേക്കും പ്രശാന്ത് എത്തിയാൽ മതിയായിരുന്നു എന്നവൾ ആശിച്ചു. പ്രശാന്തിനെ ചൊല്ലി ഉള്ളിൽ അല്പം ഭയമുണ്ടെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അവൾ റൂമിലെ TV ഓൺ ചെയ്തു. ഓരോ ചാനലും കാണുന്ന കൂട്ടത്തിൽ അവൾ ഒരു ന്യൂസ് ചാനൽ വാർത്തയിൽ കണ്ണുടക്കി. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ നടന്ന റെയ്ഡിൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിന്റെ പ്രധാന കണ്ണിയെന്ന് സംശയിക്കുന്ന ക്രിസ്റ്റഫർ കസ്റ്റഡിയിൽ. 10 കിലോ വരുന്ന മയക്കുമരുന്ന് പിടികൂടിയിരിക്കുന്നു. റെയ്ഡ് ചെയ്ത് പോലീസ് ഓഫീസേഴ്സിന്റെ മധ്യത്തിൽ നിരനിരയായി നിൽക്കുന്ന പ്രതികളുടെ കൂട്ടത്തിൽ തന്നെ പ്രശാന്തും. അവൾ ഒരു നിമിഷം ഞെട്ടി. അവൾ ഒന്നുകൂടി നോക്കി. പല ചാനലുകളിൽ എക്സ്ക്ലൂസീവായി വാർത്ത വരുന്നതുകൊണ്ട് അവൾ ചാനലുകൾ ഓരോന്നും മാറി മാറി നോക്കി. അതെ, അത് പ്രശാന്ത് തന്നെ. ഇന്നിപ്പോൾ ഇവിടുന്ന് പോയ അതേ വേഷം. ഈശ്വര, പ്രശാന്ത് ഇതിൽപ്പെട്ട ആളായിരുന്നു. അതാണ് എന്തോ സാധനം കൊണ്ടുകൊടുക്കാറുണ്ടെന്ന് പറഞ്ഞിവിടുന്ന് പോയത്. അവൾക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി. ഇനി എന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? പ്രതികളെ ഉടനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രശാന്തിന് ഇനി ഇപ്പോഴേ പുറലോകം കാണാൻ കഴിയില്ല. അവനെ വിശ്വസിച്ചിറങ്ങിയ താൻ ഇവിടെ കുടുങ്ങിയിരിക്കുന്നു. അവൻ ജയിലിലാകുമ്പോൾ ഏതാണ്ട് അതേ വിധത്തിൽ താൻ ഈ ഫ്ലാറ്റിൽ ഒറ്റപ്പെട്ടു പോകും. എങ്ങനെ ജീവിക്കും? കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല.
നേരം വൈകിട്ടായി. 3-4 മണിക്കൂറായി ടി വിയിൽ അത് തന്നെയാണ് ന്യൂസ്. പെട്ടെന്ന് കോളിംഗ് ബെൽ ശബ്ദം കേട്ടു. അവൾ വേഗം ഡോറ് തുറന്നു. മാഡം, ഞാൻ കാശിന് വന്നല്ല കേട്ടോ. ഈ മാഡത്തിന് വൈകിട്ടേക്കുള്ള ചായയും കടിയും കൊണ്ടുവന്നാ. അയ്യോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. സാറില്ല മാഡം, ചായ കൂടി അടക്കട്ടെ. നമ്മളൊക്കെ മലയാളികളല്ലേ, പരസ്പരം സ്നേഹമുള്ളവരല്ലേ എന്ന് പറഞ്ഞ് അവൻ ചായയും കടിയും അവളെ ഏൽപ്പിച്ചു. എന്താ പേര്? സുജിത്ത്. മാഡം പുതിയ താമസിന് വന്നാണോ? താമസിക്കാൻ വന്നെന്നെയാ, പക്ഷെ എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ഇഷ്ടക്കാരൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവൾ ആ ചാനലിൻ്റെ വാർത്തയുടെ ശബ്ദം കൂട്ടിവെച്ചു. ആ, ഇത് ഞാൻ കണ്ടതാ. മട്ടാഞ്ചേരിയിൽ പോലീസ് റെയ്ഡിൽ മയക്കുമരുന്ന് വലിയ ഷെയറും കിട്ടി. കുറേ ആളെ പിടിച്ചല്ലോ. മലയാളികളാ, നമ്മുടെ നാട്ടുകാരാ. അതിൽ നീല ഷർട്ടിട്ട് നിൽക്കുന്ന ആളെ കണ്ടോ? അതാണ് പ്രശാന്ത്. അവനെ വിശ്വസിച്ചാണ് ഞാൻ ഇന്ന് വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങിയത്. മാഡത്തിനറിയോ, ഇത് MDMA ആണ്, കഞ്ചാവല്ല. അതുകൊണ്ടൊരു 10-20 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. ആ, അതാ ഞാൻ ഇവിടെ കിടന്ന് ഒരുക്കുന്നത്. ഈ പ്രശാന്ത് ഇത്തരക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇന്ന് തന്നെ അവൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് ഞാൻ ഈ ഫ്ലാറ്റിൽ കുടുങ്ങി. അപ്പോൾ ഈ ഫ്ലാറ്റ്? സുജിത്ത് ആശ്ചര്യത്തോടെ ചോദിച്ചു. അത് പ്രശാന്തിൻ്റെ ഏതോ ഫ്രണ്ടിൻ്റേതാ. അപ്പോൾ ഇവിടെ ഇനിയുള്ള കാലം മാഡം എങ്ങനെ ജീവിക്കും? അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടുന്നെങ്കിലും കണ്ണുനീർ കവിളിലൂടെ ഒഴുകിയിറങ്ങി. ജീവിതോ? നിന്റെ ഇപ്പം കഴിച്ച ഭക്ഷണത്തിന് പൈസ പോലും തരാൻ എൻ്റെ കയ്യില്ല. പിന്നെ എങ്ങനെ ഞാനതൊക്കെ ചിന്തിക്കും? അവൻ്റെ കൂടെ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന് ഞാൻ കരുതിയിരുന്നില്ല. അവനൊരു ചതിയനായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്തരം ബിസിനസ് അവൻ്റേതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവനായിട്ട് കൂട്ടുകൂടുമായിരുന്നില്ല. എനിക്കിപ്പോൾ വെറുപ്പ് അവനോട് തോന്നുന്നത്. സുജിത്തിനെ എന്നെ രക്ഷിക്കാൻ പറ്റുമോ? ആ, പറ്റും മാഡം. നാട്ടിലേക്ക് കൊണ്ടുവിടാം. നാടെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഇപ്പം ഞാൻ അവരുടെ മുമ്പിൽ ഒളിച്ചുകൂടിയവളാണ്. അതിൽ പരാജയപ്പെട്ട് ഇനി അങ്ങോട്ട് പോകാൻ വയ്യ. മാത്രമല്ല ഈ പ്രശാന്തിൻ്റെ കൂടെ തന്നെ ഇത്ര പെട്ടെന്ന് ഒളിച്ചുകൂടി വരാൻ തന്നെ ഒരു കാരണമുണ്ട്. അതെന്താ? ഏടത്തി ഇപ്പം എനിക്ക് കൂടി അവകാശപ്പെട്ട എൻ്റെ വീട്ടിലാണ് വിവാഹശേഷം ഉള്ളത്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് മഹാചറ്റയാണ്. കഴിഞ്ഞ 1-2 രാത്രി ഉപദ്രവിക്കുന്നുണ്ടാണ്. ഞാൻ എത്രയും പെട്ടെന്ന് പ്രശാന്തിൻ്റെ കൂടെ ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ച് അവനൊപ്പം ചാടി പുറപ്പെട്ട്. അവനാണെങ്കിലും വൃത്തിയായിട്ടൊരു തൊഴിലേർപ്പെട്ട് അതിന് അനന്തരഫലമായി ഇനി ജയിലിലേക്ക് പോകും. അപ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലേ? എന്തു ചെയ്യും? സുഹൃത്ത് ജയിലാവുന്നതോടെ ഫ്ലാറ്റിനോട് ഇവിടെ ഇനി ആരെയും കയറി താമസിപ്പിക്കില്ലല്ലോ. മാഡം, ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. അതെ, എനിക്കിവിടെ താമസിക്കണമെന്നില്ല സുജിത്ത്. എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താ മാഡം? സുജിത്ത് മാരീഡാണോ? അന്നാ മാഡം അങ്ങനെ ചോദിച്ച്. ആദ്യം സുജിത്ത് എന്നെ മാഡം എന്ന് വിളിക്കുന്ന നിർത്താമോ? ഞാൻ അതിനൊന്നും അർഹയല്ല. എൻ്റെ പേര് സുജാത എന്നാ. സുജിത്ത് എന്നെ സുജ എന്ന് വിളിച്ചോളൂ. ശരി സുജ, എന്തിനോട് വിവാഹം കഴിഞ്ഞെന്ന് ചോദിച്ചു. അതിനുള്ള ഉത്തരം ഇല്ല എന്നാണ്. വിവാഹത്തിനായിട്ട് പെണ്ണിന് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്ന ഒരു പാവം യുവാവാണ് ഈ സുജിത്ത്. മാത്രമല്ല, ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഒരു പെണ്ണന്വേഷിച്ച് പൂഞ്ഞിക്കര വരെ പോയതാണ്. യാത്ര ചെയ്ത് മെച്ചം ശരിയായില്ല. വീട്ടിലാണെങ്കിൽ അമ്മ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കല്യാണം കഴിക്കാൻ. അത് കേട്ടവൾ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പറയാൻ പാടുണ്ടോയെന്ന് അറിയില്ല. തികച്ചും അപരിചിതയായ ഒരു പെൺകുട്ടിയാണ് സുജിത്തിന് ഞാൻ. എങ്കിലും എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന് സുജിത്തിന് ഞാൻ പറഞ്ഞില്ലെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. പറഞ്ഞൊക്കെ സത്യ. ഈ അവസ്ഥയിൽ എനിക്ക് സഹായത്തിന് ആകെ പിടിവലിയായിട്ടുള്ളത് സുജിത്ത് മാത്രമാണ്. സുജിത്തിന് എന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയുമോ? അയ്യോ മാഡം, സോറി സുജ, എന്നാണ് ഈ പറയുന്നത്? പുള്ളി എങ്ങോട്ട് ജാമ്യം കിട്ടിയോന്നാലോ? അവൻ വന്നാൽ പോലും ഞാൻ അവനെ സ്വീകരിക്കില്ല. ഇത്രയും വൃത്തിയായിട്ട് ബിസിനസ് ചെയ്യുന്നവരുടെ കൂടെ ജീവിക്കണമെന്നില്ല. സത്യത്തിൽ അവനെന്നെ ചതിക്കായിരുന്നു. സുജിത്തിന് പറ്റുമെങ്കിൽ എന്നെ സഹായിക്കുക. സുന്ദരിയായ നിഷ്കളങ്കയായ ഗ്രാമീണ പെൺകുട്ടി തന്നോട് വിവാഹം ചെയ്യുമോ എന്ന് ആവശ്യപ്പെടുന്നു. ഇതിൽ പരം എന്താണ് തനിക്ക് വേണ്ടത്? ബ്രോക്കർമാരുടെ കൂടെ കൂടി അല്ലാണ്ട് ഒരുപാട് പെണ്ണ് കണ്ടു. അവർക്കാർക്കും ഇത്ര ഭംഗിയോ രൂപലാവണ്യമോ കണ്ടിട്ടില്ല. അവൻ അവളോട് നിശ്ചയദാർഢ്യത്തോടെ ചോദിച്ചു. ആ പുള്ളിയെ സുജയ്ക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്വീകാര്യമില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ സുജ ധൈര്യമായിട്ട് എൻ്റെ കൂടെ പോരൂ. പിന്നെ ഒരു നിമിഷം പോലും അവൾ അമാന്തിച്ചില്ല. അവൻ്റെ കൂടെ ഒരുങ്ങിയിറങ്ങി. രാവിലെ താൻ ഏത് ലക്ഷ്യത്തോടു കൂടിയാണ് ഒരുങ്ങിയിറങ്ങിയത് അതിൻ്റെ പൂർത്തീകരണം വൈകിട്ടത്തോടു കൂടി അവൾ കണ്ടു. ഏതോ ക്ഷേത്രത്തിൽ നിന്ന് മാറിയിട്ട് പടിക്കൽ വന്ന് നിൽക്കുന്ന മകൻ സുജിത്തിനെയും അവൻ്റെ പെണ്ണിൻ്റെയും കയ്യിൽ സുജിത്തിൻ്റെ അമ്മ ഒരു നിലവിളക്ക് കൊളുത്തി വലതുകാൽ വെപ്പിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കയറ്റി. കണ്ടു നിന്ന് അയൽപ്പക്കക്കാരും നാട്ടുകാരും ബന്ധുക്കളും മൂക്കത്ത് വിരൽ വെച്ച് പറഞ്ഞു, സുജിത്ത് ആളൊരു കേമന. ഇത്രയും തങ്കക്കുട പോലെ പെണ്ണിനെ സ്നേഹിച്ചിട്ട് ആരും അറിഞ്ഞില്ലല്ലോ.